പാൻറ്റും വെട്ടിക്കീറി തയ്ച്ച് നിക്കറാക്കി കോലും പിടിച്ച് ഒരു കവർ നിറയെ പൂവും കൊണ്ട് നിൽക്കുന്ന ഈ മുതലിന് ഈ ക്ലാസ് കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ കിട്ടിയാട്ടോ. കർണാടകയിൽ നമ്മൾ ആരും വന്നതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ പോകും എങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തം കണ്ടെത്തില്ല. കാരണം ഇവിടെ ഉള്ള ബസ്സുകളിലെല്ലാം നമ്പറായിരിക്കും, സ്ഥലത്തിൻ്റെ പേരൊക്കെ വായിച്ചു വരുമ്പോഴേക്കും ബസ് പോകും. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞ് ഏത് ബസ്സിന് കയറുന്നു വിചാരിച്ചു നോക്കുമ്പോഴാണ് പുള്ളിയുണ്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് അതിൻ്റെ ഒരാവശ്യമില്ല. പുള്ളി ഇപ്പോഴും വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ, എന്താ കാര്യം എന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ വിളിച്ചു പറച്ചിൽ കേട്ടിട്ട് കുറേ പേര് വീണ്ടും കയറുന്നുണ്ട്. ഏറ്റവും അവസാനം ആകുമ്പോഴേക്ക് ഈ ബസ് നിറയുന്ന രീതിയിലേക്ക് ആൾക്കാരെ പുള്ളി വിളിച്ചേറ്റുന്നുണ്ട് കേട്ടോ. പുള്ളി വിളിച്ചേറ്റുന്നുണ്ട് മാത്രമാണ് ആൾ കയറുന്നത് ഞാൻ പറഞ്ഞില്ല, എന്നിരുന്നാലും കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. അങ്ങനെ പുള്ളിയുടെ വിളിച്ചു പറച്ചിൽ കേട്ടിട്ടാണ് ഞാനും കയറി കേട്ടോ. എല്ലാവരും ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്വന്തം കാര്യങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ പുള്ളി മാത്രം എന്തിനായിരിക്കും ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത്? പുള്ളിക്ക് തന്നെ ആവശ്യം ഉണ്ടായിട്ടായിരിക്കുമോ? അല്ലല്ലേ. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും വെച്ചിട്ട് പുള്ളി ഞാനവിടെ ഇറങ്ങണ്ടെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി. അതേപോലെ തന്നെ പുള്ളി ഇറങ്ങിക്കഴിഞ്ഞ് 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇറങ്ങേണ്ടതെന്നുള്ള ഫുള്ള് ഗൈഡൻസ് അടക്കം നന്നായിട്ടോ പുള്ളി ശരിക്കും പറഞ്ഞാൽ ബസ് വിട്ട് ഇറങ്ങിയേ. അങ്ങനെ പുള്ളിയുടെ സ്ഥലത്തെത്തി വളരെ തിടുക്കത്തിൽ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പുള്ളിയുടെ വാർത്തത്തിൽ എവിടെ ഒരു പതർച്ചുള്ള പോലെ, പുള്ളിക്ക് അങ്ങോട്ട് പോകണമെന്നൊരു കൺഫ്യൂഷൻ ഉള്ള പോലെ. അതിനൊരു പക്ഷേ പുള്ളിക്ക് അങ്ങോട്ടും പോകാനില്ലായിരിക്കുമോ?